ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പുതിയ റെസിപ്പി എന്ന് പറയുന്നത് മീൻ മുളകിട്ടതാണ് കേട്ടോ. സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മീൻ കറിയാണ്. ഇതിന് നമ്മൾ ഒരു നുള്ളു തേങ്ങ പോലും അരയ്ക്കുന്നില്ല കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മളൊരു മൺചട്ടി എടുത്തതിന് ശേഷം അതിലോട്ട് നല്ല ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ അതിലോട്ട് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കണം കേട്ടോ. അത് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും ഉലുവ ഇട്ട് കൊടുക്കുക. അപ്പം നമ്മൾ ഇതിലോട്ട് അടുത്തത് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ടേ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തു. പൊട്ടാത്ത കടുകൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ പൊട്ടും. ആ ഒരു കടുകൊക്കെ പൊട്ടിയതിന് ശേഷം നമ്മൾ അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. നമ്മളിതൊന്ന് പേസ്റ്റ് രൂപത്തിലാണ് കേട്ടോ ഇട്ടത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയ ഉള്ളി ചതച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതും ചോപ്പ് ചെയ്ത് തന്നെ ഇട്ട് കൊടുക്കാം. പെട്ടെന്നൊന്ന് റെസിപ്പി റെഡിയായി വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ തന്നെ. അപ്പോൾ നമ്മൾ ചേർത്ത് ചെറിയ ഉള്ളിയുടെ നിറം മാറി വരുന്ന വരേക്കും നമ്മൾ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കണം. അപ്പോൾ ഇങ്ങനെ ഇച്ചിരിയെങ്കിലും റെഡിയാക്കി വരുമ്പോഴത്തേക്കും നമ്മൾ 2-3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതിലോട്ട് ഒരു തക്കാളി ഇതുപോലെ തന്നെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കുവാണ്. അതും നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചാൽ അതിൻ്റെ കൂടെ ഇട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. അടുത്ത് നമ്മൾ പ്രധാന ഐറ്റമായ പൊടികളുടെ ഊഴമാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാ സൈഡിലും പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ ഒരു മുളകിൻ്റെ പച്ചമണം മാറുന്ന വരേക്കും നമ്മൾ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. ഏകദേശം മുളക് പൊടിയുടെ ആ ഒരു പച്ചമുളകൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ ചേർക്കുന്നത് നേരത്തെ കുതിർക്കാനിട്ട് വെച്ചിരുന്ന പുളിയുടെ വെള്ളമാണ്. അപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതിൽ നമുക്ക് കറിക്ക് ആവശ്യാനുസരണമുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ആൾക്കാർ കൂടുതലാണെങ്കിൽ കൂടുതൽ വെള്ളവും കുറവാണെങ്കിൽ അതിനനുസരിച്ചും. അപ്പോൾ എന്നിട്ട് നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുവാണേ. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ ഇടാൻ പോവുകയാണ്. എത്ര ക്വാണ്ടിറ്റിയിൽ കറിയുണ്ടോ അതിനനുസരിച്ച് വേണം നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഇത്രയും നേരം മിക്സ് ചെയ്തുകൊണ്ട് തന്നെ കുറച്ച് റെസ്റ്റിന് വേണ്ടി നമ്മളൊരു പാത്രം വെച്ച് അടച്ച് വയ്ക്കുക. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും കുറച്ച് ബബിൾസൊക്കെ വന്ന് തുടങ്ങും കേട്ടോ. നല്ലതുപോലെ തന്നെ ഇതുപോലെ തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇന്ന് കിട്ടിയത് ചാള മീനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് മീനാണോ കിട്ടുന്നത് അപ്പോൾ അതിന് വെച്ചിട്ട് ഇതുപോലെ ചെയ്യാം. അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ്. ഇപ്പോൾ ഈ ഒരു മീനിൻ്റെ ഉള്ളിലോട്ട് ഈ ഒരു കറി ചെല്ലാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വരഞ്ഞിട്ട് കൊടുക്കുന്നത് മീനിനെ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം പോലെ വരച്ചിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ വേണ്ട. വീണ്ടും ആ ഒരു മീനിന് നമ്മൾ റെസ്റ്റ് കൊടുക്കാൻ വേണ്ടി അടച്ചു വെച്ചു. ഈ ഒരു ബബിൾസൊക്കെ വന്ന് തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ആ ഒരു അടപ്പ് മാറ്റി നമ്മൾ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. അടുത്ത് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മളുടെ അടിപൊളിയായിട്ടുള്ള ആ ഒരു ചാള മീൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ചിക്കൻ കറിയുടെ ആ ഒരു അടുത്തെത്തിയില്ലെങ്കിലും നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ അടിപൊളിയായിട്ടുള്ള ഇത് റെസിപ്പിയാണ്. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ നമ്മൾ അറിയിക്കണം കേട്ടോ. നമ്മളുടെ വീട്ടിലുള്ള ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഈ ഒരു കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്.
ഇപ്പോൾ മീൻ കഴിക്കാത്ത കുട്ടികൾ വരെ ഇത് ട്രൈ ചെയ്ത് നോക്കിയാൽ അവർ കഴിക്കും. എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.